ബലാത്സംഗ കേസിൽ റാപ്പർ വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളി അറസ്റ്റിൽ. തൃക്കാക്കര പോലീസാണ് അറസ്റ്റ് ചെയ്തത്. മുൻകൂർ ജാമ്യമുള്ളതിനാൽ വൈദ്യപരിശോധനയ്ക്ക് ശേഷം വിട്ടയക്കും. വിഷു പ്രകാശ് വിവരങ്ങളുമായി ചേരുകയാണ്. വിഷു, അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപേ ഹാജരാകാൻ കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. അറസ്റ്റ് ചെയ്യുകയാണെങ്കിലും വിട്ടയക്കണം എന്ന നിർദ്ദേശം കൂടിയുണ്ട്. എന്തായാലും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? അത് തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വേടൻ ഇന്നലെയും ഇന്നുമായി ഇവിടെ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഹാജരായിരുന്നു. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ഈ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി നടന്നു. നേരത്തെ ഒരു യുവ ഡോക്ടർ നൽകിയ പരാതിയിലാണ് തൃക്കാക്കര പോലീസ് വേടൻ എന്ന ഹിരൺദാസ് മുരളിക്കെതിരെ കേസെടുത്തത്. തന്നെ നിരവധി തവണ, അതായത് 2021-നും 2023-നും ഇടയിൽ 5 തവണകളിലായി പലവട്ടം ലൈംഗികമായി ഉപദ്രവിച്ചു എന്നുള്ളൊരു പരാതിയാണ് ഇത്തരത്തിലൊരു യുവ ഡോക്ടർ നൽകിയത്. ഇതിന്റെ പിന്നാലെയായിരുന്നു കേസ്. ഇതിനുശേഷം വേടൻ തന്നെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി സമീപിക്കുകയായിരുന്നു. അതിനുശേഷം ഇന്നലെയും ഇന്നുമായി നടന്ന ചോദ്യം ചെയ്യലിൽ വേടനോട് വിശദമായിട്ടുള്ള ചോദ്യങ്ങൾ ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിച്ചിരുന്നു. ആ കാര്യത്തിലൊന്നും വേടൻ ഇത് തള്ളിക്കളയുന്നില്ല, എല്ലാം സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ പരസ്പര സമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നു ഇത് എന്നാണ് വേടൻ പറയുന്നത്. ഏതായാലും ഇപ്പോൾ വേടനെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തി ഇപ്പോൾ ആലുവയിലെ ജനറൽ ആശുപത്രിയിലേക്ക് വേടനെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയിരിക്കുകയാണ്. വൈദ്യപരിശോധന പൂർത്തിയാക്കി സ്റ്റേഷനിൽ എത്തിച്ച് മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വേടനെ ഇന്നിപ്പോൾ ജാമ്യത്തിൽ വിട്ടയക്കും. ഇതിനു മുൻപായി ഈ വേടൻ ഇവിടെ കോഴിക്കോടും ഏലൂരുമായിട്ടുള്ള വേടന്റെ കൊച്ചിയിലുള്ള ഫ്ളാറ്റിലും എത്തിച്ചായിരുന്നു ഇത്തരത്തിൽ പീഡനത്തിന് ഇരയാക്കിയത് എന്നായിരുന്നു യുവതി പറഞ്ഞത്. ഇതിന്റെ ഭാഗമായിട്ടുള്ള പോലീസ് ഈ സ്ഥലങ്ങളിലും ഈ പരിശോധന നടത്തി, അല്ലെങ്കിൽ ഇവരെ ലൈംഗികമായി ഉപദ്രവിക്കപ്പെട്ടു എന്ന് പറയുന്ന ഇടങ്ങളിലെല്ലാം നടത്തിയുള്ള അന്വേഷണം പൂർത്തിയാക്കി. ഇനിയിപ്പോൾ വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം വേടനെ ജാമ്യത്തിൽ വിടുന്ന നടപടിയാണ് ഇനിയിപ്പോൾ ബാക്കിയുള്ളത്.